ഹായ്, എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ ഇച്ചിരി പരിപാടിയില്ല കേട്ടോ. ഒരു 2 പാക്കറ്റ് കൂണുണ്ടായിരുന്നേ. അന്നേരം മോക്കൊരാഗ്രഹം കൂണ് വറുത്തരച്ച് കറി വെക്കണമെന്ന്. അപ്പം മോൾ ഇനിയിപ്പം 10-ാം തീയതി ജനുവരി 10-ന് പോവുക. അപ്പം നമ്മുടെ ഇവിടുത്തെ കറികളല്ല, ഇവിടുത്തെ സാധനങ്ങളൊന്നും കൂണൊക്കെ കിട്ടും. പക്ഷേ അവിടെ ഇതുപോലത്തെ ഒരു ടേസ്റ്റ് കിട്ടത്തില്ലല്ലോ. പഞ്ചാബി പിന്നെ മീനൊന്നും അവിടെ വിൽക്കത്തില്ല, മീനൊന്നും വിൽക്കത്തില്ല. അത് കാരണം കൊണ്ട് ഇവിടെ വരുമ്പോൾ ഇവിടുത്തെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു കൊടുക്കണമല്ലോ. ഇപ്പോൾ രാവിലെ ഞാൻ ഉരുളക്കിഴങ്ങ് വെച്ച് കറി വെക്കാമെന്നാണ് ഓർത്തത്. അപ്പം കൂണുണ്ടായിരുന്നു, കൂണ് വറുത്തരച്ച് കറി വെക്കാമെന്ന് വെച്ചു. പിന്നെ രാവിലെ ഞാൻ ചേമ്പ് പുഴുങ്ങി വെച്ചിട്ടുണ്ട്. ചമ്മന്തിയും ഉണക്കമീൻ വറുത്തതുമുണ്ട്. ഉച്ചക്കത്തേന് ഉണക്കമീൻ വറുത്തതും എടുക്കാം, കൂണും നമുക്ക് കറി വെക്കുന്ന എടുക്കാമല്ലോ. അപ്പം ഞാൻ ഇതിനകത്തോട്ട് ഇച്ചിരി ഒരു മറ്റേ നീളമുള്ള ഇങ്ങനത്തെ കൂണ് കിട്ടുമല്ലോ, അതുകൊണ്ട് അല്ലാതെ റൗണ്ട് ആ കൂണുമുണ്ട്. അപ്പം ഇത് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞിട്ടിട്ടുണ്ട്. ഇതിനകത്തോട്ട് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കുറച്ച് വെള്ളവും കൂടെ വെച്ച് പിന്നെ ലാസ്റ്റ് നമുക്ക് കഴുകിയെടുത്താൽ മതി. അപ്പോൾ അതിനായിട്ട് ആവശ്യമുള്ള ചെറിയ ഉള്ളിയും പച്ചമുളകും കൂടെ ഞാൻ കീറിയിട്ടിട്ടുണ്ട്. കുറച്ച് തേങ്ങയും കൂടെ വറുത്തരയ്ക്കാനായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കൊന്ന് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. തേങ്ങ വറുക്കാനായിട്ട് ഞാനൊന്ന് തേങ്ങ മിക്സിയുടെ ജാറിലേക്കിട്ട് ഒന്ന് ഒതുക്കി എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് നന്നായിട്ട് പെട്ടെന്ന് വറുത്ത് കിട്ടും. അതിനായിട്ട് അപ്പോൾ 2-3 ചെറിയ ഉള്ളി ഇട്ടിട്ടുണ്ട്, ഒരു 2-3 പിന്നെ കരിയാപ്പിലയും കൂടി ഇട്ടിട്ടുണ്ട്, കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ടുണ്ട്. ഞാൻ ഒന്ന് നമുക്ക് വറുത്തെടുക്കാം. വറുത്തെടുത്തൊരു പകുതി മുക്കാലാകുമ്പോഴത്തേക്കും മല്ലിപ്പൊടി ചേർക്കണം. മല്ലിപ്പൊടി ആദ്യമേ ഇട്ട് ഒന്ന് വറുത്തെടുക്കണം. പിന്നീട് നമുക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും കൂടി ഇടാം. അപ്പം ഇന്ന് എനിക്ക് വീഡിയോ എടുത്തു തരുന്നത് മോളാണ് കേട്ടോ. പോകുന്നത് വരെ വീഡിയോ എടുത്തു തരുന്നത് മോളാണ്, അല്ലെങ്കിൽ തന്നെ എടുക്കുന്നത് പാടാണ്. ഞാൻ സത്യം പറഞ്ഞാൽ യൂട്യൂബ് ചാനൽ തുടങ്ങാനുള്ള കാര്യം തന്നെ എനിക്ക് മുമ്പേന്ന് പറഞ്ഞാൽ മോളുണ്ടായിരുന്നു എല്ലാ കാര്യത്തിനും. ഇപ്പോൾ എവിടെ പോകാനാണെങ്കിലും ശരി, മോനില്ല, നല്ല മോനും ഉണ്ട് മോളും ഉണ്ട്. പക്ഷേ ആൺപിള്ളേരെന്ന് പറയുമ്പോൾ ഇച്ചിരി വലുതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടേതായ ഓരോ കാര്യങ്ങളാവുമല്ലോ. അപ്പം പെൺപിള്ളേരെന്ന് പറയുമ്പോൾ നമ്മുടെ കൂടെ എല്ലാ കാര്യങ്ങൾക്കും നിൽക്കും. അപ്പം മോള് എവിടെ പോയാലും എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. പിന്നെ അടുക്കളയിലൊക്കെ സഹായിക്കാനാണ് ശരി, എല്ലാത്തിനും പിന്നെ വർത്താനം പറയാനും. അമ്മമാർക്ക് പെൺപിള്ളേരെന്ന് പറയുമ്പോൾ എല്ലാ കാര്യങ്ങളും നമുക്ക് എന്തുണ്ടെങ്കിലും നമുക്ക് ഓപ്പണായിട്ട് പറയാനായിട്ട് എപ്പോഴും ഒരു സുഹൃത്ത് എന്നുള്ള എനിക്കങ്ങനെയാണ് കേട്ടോ. എൻ്റെ ഒരു കൂട്ടുകാരി തന്നെ എൻ്റെ മോള്. അപ്പം എല്ലാ കാര്യങ്ങൾക്കും എൻ്റെ മോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. പിന്നെ പഞ്ചാബിൽ പോയ ശേഷം അപ്പം ഇടയ്ക്കൊരു അങ്ങനെ പറഞ്ഞു വന്നപ്പോൾ എനിക്ക് സങ്കടമായി കേട്ടോ. കട്ട് ചെയ്യാൻ ഞാൻ പറഞ്ഞതാണ്. അപ്പം നമുക്ക് പെൺപിള്ളേരെന്ന് പറഞ്ഞ എല്ലാ കാര്യം അവരോട് ഷെയർ ചെയ്യാനും സംസാരിക്കാനും അല്ല എവിടെ പോകാനും ഒരു കൂട്ടുണ്ട്. അപ്പം കൊച്ചു പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര തന്നെ ഒറ്റപ്പെട്ട ഒരിതായിപ്പോയി. ഇപ്പം ഹസ്ബൻഡ് ജോലിയിലാണ്, പിന്നെ മോൻ BBA പഠിക്കുന്നു. അപ്പം മോൾ ഇവിടെ ഇല്ലല്ലോ. അപ്പം തന്നെ ഒറ്റപ്പെട്ട ഇതായതുകൊണ്ട് നമുക്കിപ്പോൾ ഈ പരിസരത്തെന്ന് പറഞ്ഞാൽ കൃഷിയൊന്നും ചെയ്യാൻ ഞങ്ങളിവിടെ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. അപ്പോൾ കൂടുതൽ പണികളൊന്നും ചെയ്യാൻ എനിക്കില്ലാത്തത് കൊണ്ട് ഞാനിങ്ങനെ ബോറടിച്ചിരുന്നപ്പോഴാണ് ഞാൻ ഓർത്ത യൂട്യൂബ് ചാനൽ നടത്തിയേക്കാമെന്ന് ഓർത്തേ. അപ്പം മോള് വന്ന് ഒരു 10-15 ദിവസം ഉള്ളെന്ന് പറഞ്ഞാൽ പിന്നെ പോകുമ്പോൾ സങ്കടമാകും. പിന്നെ ഇടയ്ക്ക് ഇനി അടുത്ത എക്സാമൊക്കെ ആകുമ്പോഴത്തേക്കും മാർച്ചിലൊക്കെ ഞാൻ അങ്ങോട്ട് പോകണമെന്നും പറഞ്ഞുകൊണ്ടിരിക്കുക. ഒരു മാസം അവിടെ പോയി തങ്ങണമെന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അവിടെ പോയാലും ചാനൽ ഞാൻ മുന്നോട്ട് തന്നെ കൊണ്ടുപോകും. അവിടെയുള്ള കാഴ്ചകളൊക്കെ നിങ്ങളെ കാണിക്കാം കേട്ടോ. അപ്പം മോള് വന്നു കഴിഞ്ഞാൽ ഇവളും ആള് ഭയങ്കര കുക്കിങ്ങിൻ്റെ ആളൊക്കെയാണ് കേട്ടോ. അപ്പം പുഡിങ്ങൊക്കെ ഉണ്ടാക്കും, പുഡിങ് അല്ലെ കട്ട്ലേറ്റ്. ഇത് ഞാൻ മെയിൻ കുക്കിംഗ് ചാനലൊന്നും അല്ല, പല പ്രാവശ്യം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ വേറെ നമുക്കൊന്നും ചെയ്യാനില്ലല്ലോ. 2 പേരും തന്നെ ഇരുന്ന് അങ്ങനെ വർത്താനം പറയാനാ, എന്തോരം വർത്താനം പറയാനാ. അപ്പം വലിയ ഫാമിലിയിൽ ഒത്തിരി പേരൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടംപോലെ സംസാരിക്കാനൊക്കെ ഉണ്ട്. ഇതിപ്പം അടുക്കള നിന്ന് വല്ലതൊക്കെ ചെയ്യുമ്പം നിങ്ങളുടെ ഞാൻ പിന്നെ ബാക്കി ഞാൻ കഴിഞ്ഞ ദിവസം അമ്മച്ചിയുടെ വീട്ടിൽ പോയപ്പം ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നല്ലോ. പക്ഷേ ഈ 3 ഒക്ടോബറിൽ ഞാൻ തുടങ്ങിയതാണ്. ഈ 3 മാസമേ ഞാൻ യൂട്യൂബ് തുടങ്ങിയിട്ടുള്ളൂ. എങ്കിലും എനിക്കിപ്പം 3000-ഓളം സബ്സ്ക്രൈബേഴ്സായി. അതിൽ ഭയങ്കര ഞാൻ സത്യം പറഞ്ഞാൽ ഇത്ര ആകുമെന്നൊന്നും വിചാരിച്ചില്ല കേട്ടോ. അപ്പോൾ 3000 സബ്സ്ക്രൈബേഴ്സ് അടുക്കാറായി. ഇന്ന് ഞാൻ നോക്കിയപ്പം 2900 സംതിങ് ആയിട്ടുണ്ട്. അപ്പോൾ 3000 അടുക്കാറായി. എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. നിങ്ങളോടെല്ലാം വളരെയധികം നന്ദിയുണ്ട് കേട്ടോ.
അടുത്ത ദിവസങ്ങളിൽ ഞാൻ കൊച്ചിന് കൊടുത്തു വിടാനായിട്ട് അച്ചാറും പിന്നെ ചമ്മന്തിപ്പൊടി പിന്നെ ചെമ്മീൻ ചമ്മന്തി ബീഫ് അച്ചാർ എല്ലാം ഉണ്ടാക്കുന്നുണ്ട്. എല്ലാവർക്കും ഇതൊക്കെ അറിയാവുന്നതാണ്, എങ്കിലും ഞാൻ കാണിക്കാം കേട്ടോ. എൻ്റെ രീതിയിൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഒരു തേങ്ങ ഒരു പകുതി മുക്കാലും വറവായിട്ടുണ്ട്. കുറച്ചും കൂടെ ഒന്നായി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇതിനകത്തോട്ട് മല്ലിപ്പൊടി ഇടാവേ. മോള് പോയി കഴിഞ്ഞപ്പോഴേ ഞാൻ ചില ഈ പ്രായമുള്ള അമ്മമാരുടെയൊക്കെ കാര്യങ്ങൾ ഞാൻ വിചാരിച്ചിട്ടുണ്ട്. എന്നാന്ന് വെച്ചാൽ അവരുടെ മക്കളും കൊച്ചുമക്കളും ഒക്കെ വിദേശത്തൊക്കെ പഠിക്കാനും അല്ലെങ്കിൽ ജോലിക്കും ഒക്കെ പോയി കഴിയുമ്പോഴത്തേക്കും, മക്കളാണെങ്കിലും വിദേശത്തൊക്കെ ജോലിക്ക് പോയി കഴിയുമ്പോഴത്തേക്കും എല്ലാവരും സത്യം പറഞ്ഞാൽ ഒറ്റപ്പെടും അല്ലേ. അപ്പം ഞാൻ എൻ്റെ സാഹചര്യത്തിലോട്ട് തന്നെയായി പിന്നെ ഒറ്റപ്പെട്ടപ്പോഴാണ് ഞാൻ സത്യം പറഞ്ഞ പലരെക്കുറിച്ച് ഞാൻ വിചാരിച്ചത്. മക്കളെയൊക്കെ കെട്ടിച്ച് കഴിഞ്ഞ് അമ്മയും അച്ഛനും ഒക്കെ ഒറ്റപ്പെടുന്നു. നമ്മളാണെങ്കിൽ പോലെയും ഞാനും എൻ്റെ ചേച്ചിയും മാത്രമേ 2 പേരാണ്. ആ പിള്ളേരൊന്നുമില്ല, ഞങ്ങൾ 2 പേരേ ഉള്ളൂ. ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞു, എൻ്റെ കല്യാണവും കഴിഞ്ഞു. ചേച്ചി പിന്നെ പഠിക്കാനൊക്കെ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ തന്നെയായിരുന്നു വീട്ടിലൊറ്റയ്ക്ക്. പിന്നെ എൻ്റെ വിവാഹവും കഴിഞ്ഞ് പിന്നെ എനിക്ക് മക്കളായി, അവരെയൊക്കെ വളർത്തി വലുതാക്കി, അവർ 2 പേര് 2 സ്ഥലത്തായി. അപ്പം നമ്മൾ വീണ്ടും ജീവിതത്തിൽ ഒറ്റപ്പെട്ടവരായിപ്പോയി. അപ്പോൾ സത്യം പറഞ്ഞാൽ ഒറ്റപ്പെട്ട ജീവിതം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും സത്യം പറഞ്ഞാൽ ഒരു മടുപ്പല്ലേ. ഇപ്പം എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം എന്നെ പോലെയുള്ള ഇപ്പം അമ്മച്ചിമാരും എല്ലാം പ്രായമുള്ളവർ എന്നെയൊക്കെ ഉള്ളവരൊക്കെ ചിലരൊക്കെ യൂട്യൂബ് ചാനൽ നടത്തുന്നുണ്ട്. അങ്ങനെയൊന്നും ഒരു ഇതില്ലാത്തവരൊക്കെ ആണെങ്കിൽ എന്നാ ചെയ്യും? അപ്പം ചിലർക്ക് എൻ്റെ കൃഷിയും കാര്യങ്ങളും മറ്റുള്ളതൊക്കെ ചെയ്യാനായിട്ട് കാണും. ചിലർക്ക് ഇങ്ങനെ പണിയും വീട്ടിലെ പണികളും ചോറും കറിയും വെച്ചിട്ട് തന്നെ ഇങ്ങനെ വെറുതെ വൈകിട്ട് വരെ ഇങ്ങനെ ഒറ്റയ്ക്കിരിക്കണം. സത്യം പറഞ്ഞാൽ അതൊക്കെ ഭയങ്കര പാടുള്ളൊരു മടുപ്പുള്ളൊരു കാര്യമാണ്. തേങ്ങ വറുക്കാനായിട്ടേ ഒത്തിരി സമയമുണ്ടല്ലോ. ആ കൂട്ടത്തിൽ ഞാൻ നിങ്ങളോട് കാര്യങ്ങൾ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്ക് ബോറടിക്കണ്ട. അപ്പം യാഥാർത്ഥ്യങ്ങളാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അപ്പം തേങ്ങ ഒക്കെ വറുക്കാനായിട്ട് കുറച്ച് ഏറെ സമയം വേണമല്ലോ. എനിക്ക് ആദ്യമൊക്കെ സത്യം പറഞ്ഞാൽ വീഡിയോയുടെ മുന്നേ വരാനായിട്ട് ഭയങ്കര ഒരു ചമ്മലൊക്കെ ആയിരുന്നു. എൻ്റെ സ്വഭാവം എന്ന് വെച്ചാൽ സംസാരിച്ച് കഴിഞ്ഞാൽ അങ്ങ് സംസാരിച്ച് പോകും. അടുത്ത ആൾക്കാരാണെങ്കിലും ശരി അവർ പറയും എന്നോട് വായൊന്ന് അടയ്ക്കാവോ എന്ന് ചോദിക്കും. ആ രീതിക്ക് ഞാൻ സംസാരിക്കും. പക്ഷേ വീഡിയോയുടെ മുന്നേ വരുമ്പോൾ എല്ലാവർക്കും ഒരു ചമ്മലല്ലേ. ഇപ്പം അങ്ങനെയൊന്നും ഉള്ള ഇതൊന്നും ഇല്ല കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായതുകൊണ്ട് തന്നെയാണ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതും അല്ലെ ലൈക്ക് ചെയ്യുന്നതും അല്ലെ നിങ്ങളൊക്കെ കാണുന്നതും ഒക്കെ ഇഷ്ടമായതുകൊണ്ടായിരിക്കുമല്ലോ. അപ്പം ഞാൻ ചമ്മിയിട്ടും അല്ലെങ്കിൽ ഒന്നും കാര്യമില്ലല്ലോ. അപ്പം എന്തേ പകുതി മുക്കാലോളം തേങ്ങ ഇതായിട്ടുണ്ട്, മൂത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്കിനി മല്ലിപ്പൊടി ഇടാം. നമുക്കിതിലേക്ക് ഒരു 2 സ്പൂൺ മല്ലിപ്പൊടി ഇടാവേ. അപ്പം ഞാൻ 2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്. അതൊന്ന് ഇനിയിപ്പം സാധാരണ നമുക്ക് തേങ്ങ നന്നായിട്ടൊന്ന് മൂത്ത് വരണം. അപ്പം ഞാൻ മല്ലിപ്പൊടി തേങ്ങ മുക്കാൽ ഒന്ന് വറുത്ത് വന്നപ്പോഴത്തേക്ക് മല്ലിപ്പൊടി ഇട്ട കാര്യം എന്നാന്ന് വെച്ചാൽ അല്ല മല്ലിപ്പൊടിയുടെ ഒരു പച്ച മണം ഉണ്ടാവുമേ. ഇനി നമുക്ക് തേങ്ങ നന്നായിട്ട് മൂത്ത് വരുന്നിടം വരെ ഒന്ന് ഇളക്കാം. വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ ഇച്ചിരി പിന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാതെ. ഞാൻ ആദ്യമേ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം എന്തേ നമ്മുടെ തേങ്ങയും മല്ലിപ്പൊടിയും ബ്രൗൺ നിറമായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ബാക്കിയുള്ള മസാല ഐറ്റംസ് ഇട്ട് കൊടുക്കാം. വേറെ ഒന്നുമില്ല, ഇതിനകത്ത് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ചൂടൊന്ന് ആറിക്കഴിഞ്ഞ് അരച്ചെടുക്കാം. ഒരു കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ടേ. ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയും വീട്ടിൽ പൊടിച്ച് വെച്ച ഗരം മസാലയാണ്. മുളക് പൊടിയും പിന്നെ ഗരം മസാലയും മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. ഒന്ന് പിന്നെ മൂപ്പിച്ചെടുക്കാതെ
ഞാനിപ്പം തേങ്ങ വറുത്തതെല്ലാം മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. വെള്ളം ഒഴിക്കാതെ ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കാവേ. പിന്നെ ഒട്ടും അരയുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ മാത്രം നമുക്ക് വെള്ളം ചേർത്താൽ മതി. ഞാൻ അരപ്പിന് ഒരു തുള്ളി വെള്ളം ഒഴിച്ചിട്ടില്ലായിരുന്നേ. അതിൽ തന്നെ എണ്ണ ഇറങ്ങി വന്നോളൂ. അപ്പോൾ നമ്മൾ വെള്ളം ചേർക്കാതെ തന്നെ അരയ്ക്കുന്നതായിരിക്കും നല്ലത്. തീയൽ വെക്കുന്നതിനൊക്കെ പാവയ്ക്ക തീയലോ അല്ലെങ്കിൽ ഉരുളക്കിഴങ്ങോ എന്ത് തീയൽ വെച്ചാലും നമ്മൾ വെള്ളം ഒഴിക്കാതെ ഇതുപോലെ അരച്ചെടുക്കണം. അപ്പോൾ അതേ നല്ല മഷി പോലെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഞാനിനി ഉള്ളി വഴറ്റിയെടുക്കാനായിട്ട് ഉള്ളിയും പച്ചമുളകും അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ എണ്ണ ഒഴിച്ചിട്ടുണ്ട് ചീനച്ചട്ടിക്കകത്തോട്ട്. അപ്പോൾ ഉള്ളിയും പച്ചമുളകും ഇട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഞാൻ ഉള്ളിയും പച്ചമുളകും ഇടുവാണേ. എന്നിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. നമ്മുടെ ചെറിയ ഉള്ളിയും പച്ചമുളകും ഒക്കെ ഇതുപോലൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് ഞാൻ കൂണൊക്കെ ഉപ്പുപൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് വെള്ളം ഒഴിച്ച് വെച്ചിരുന്നതാണ്. ഒന്നും കൂടെ ഞാൻ വാഷ് ചെയ്ത് ആ വെള്ളമെല്ലാം കളഞ്ഞു. എന്നിട്ട് ഉപ്പുപൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് വെള്ളം ഒഴിച്ച് വെച്ചിരുന്നതാണ്. ഒന്നും കൂടെ ഞാൻ വാഷ് ചെയ്ത് ആ വെള്ളമെല്ലാം കളഞ്ഞു. എന്നിട്ട് ഒന്ന് പിഴിഞ്ഞ് നമുക്ക് അതിനകത്ത് ഇടാവേ. അപ്പോൾ മൊത്തം ഇതുപോലെ പിഴിഞ്ഞ് നമുക്കിട്ട് കുറച്ച് വെള്ളം അല്ലെങ്കിൽ ഓൾറെഡി ഇതിനകത്ത് വെള്ളമുണ്ട്, കൂണിനകത്ത് വെള്ളം ഉള്ളതാണ്. പിന്നെ അരപ്പൊക്കെ ചേർക്കുമ്പോൾ നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പം എന്തേ കൂണെല്ലാം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങിക്കോളും. വേണമെങ്കിൽ കുറച്ച് നമുക്ക് വെള്ളം ഇതൊന്ന് വേകാനായിട്ട് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് മതി കേട്ടോ. കുറച്ച് വെള്ളം കൂടെ ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ അരപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പം അരപ്പ് ചേർത്ത് കൊടുക്കുന്നില്ല. ഒന്ന് ഇച്ചിരി ഒന്ന് വെന്ത് വരട്ടെ. കൂണിനധികം വേവില്ലല്ലോ. അപ്പോൾ ഇതിലേക്ക് ഞാൻ നമ്മൾ അരച്ച് വെച്ച മസാലയും കൂടെ ചേർക്കുവാണേ. എന്നിട്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും എന്തോരം വെള്ളമാണോ ആവശ്യം അത്രയും ചേർക്കാവുന്നതാണ്. കൂണിന് ഒത്തിരി വെള്ളം ചേർക്കാതിരിക്കുന്നതാണ് നല്ലത്. ഓൾറെഡി വെള്ളമുണ്ട് കൂണിനകത്ത്. ഞാൻ കുറച്ച് വെള്ളമേ ഒഴിച്ചുള്ളൂ, പക്ഷേ കൂണിൽ നിന്ന് ഇറങ്ങിയ വെള്ളമാണ് അത്. അപ്പോൾ അരപ്പൊക്കെ ചേർത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഉപ്പും ഇട്ട് കറിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. നമ്മുടെ കറിയൊക്കെ ഇതേ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ കറി താളിക്കാനായിട്ട് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ചീനച്ചട്ടിക്കകത്ത് കടുകിടുക. ചെറിയ ഉള്ളിയും കൂടി ഇട്ടിട്ടുണ്ടേ. 2 വറ്റൽമുളകും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. വറ്റൽമുളകൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. കരിയാപ്പിലയും ഇടുകയാണ്. താളിച്ച് നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ അടിപൊളി മഷ്റൂം കറി അല്ലെങ്കിൽ കൂണ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ എല്ലാവരും ഒന്ന് വെച്ച് നോക്കണേ. നല്ല ടേസ്റ്റാണ് കേട്ടോ.